എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ പാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വിർച്വൽ മെഷീൻ ആഷറിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. സോ നമുക്ക് സമയം കളയണ്ട, നേരെ ആഷർ പോർട്ടൽ പേജിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ പോർട്ടൽ പേജിൽ എത്തിയിട്ടുണ്ട്. ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാൻഡേറ്ററി എന്നത് നമ്മൾ കഴിഞ്ഞ തിയറി ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ ആദ്യമേ തന്നെ നമ്മൾ ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഈ കാണുന്ന റിസോഴ്സ് ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ വിൻഡോ ഇവിടെ ഓപ്പണായി വരുന്നുണ്ട്. തുടർന്ന് ഈ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുവാനുള്ള ആ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ആദ്യമായി ഉള്ളത് സബ്സ്ക്രിപ്ഷൻ എന്നതാണ്. ഇവിടെ പ്രധാനമായി പറയുവാനുള്ള ഒരു കാര്യം, റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ എനേബിൾ ആക്കേണ്ടതുണ്ട്. സോ ഏത് സബ്സ്ക്രിപ്ഷനിലാണ് ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കി അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ ഒരു പർപ്പസ് എന്താണ്? ബില്ലിങ്ങിന് വേണ്ടിയാണ് അല്ലേ? സോ നമ്മുടെ ഇവിടുത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രീ അക്കൗണ്ട് ആണ്. ഞാൻ ആ അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രൊഡക്ഷൻ എൻവയോൺമെന്റിൽ മേ ബി മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഏത് സബ്സ്ക്രിപ്ഷനിലാണ് ഈ റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ആകേണ്ടതെന്ന് നോക്കി അത് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാൻ എന്തായാലും ഈ ഫ്രീ അക്കൗണ്ട് എന്നത് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അടുത്തതായി നൽകേണ്ടത് റിസോഴ്സ് ഗ്രൂപ്പ് നെയിം ആണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ demo-rg1 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ റിസോഴ്സ് ഗ്രൂപ്പിന്റെ പേര് demo-rg1 എന്നതാണ് കൊടുക്കുവാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ എന്ത് നെയിംസുകൾ വേണമെങ്കിലും കൊടുക്കാം. അടുത്തതായി ഈ റിസോഴ്സ് ഗ്രൂപ്പ് ഏത് റീജിയനിലാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യുക. ഞാനിവിടെ ഈസ്റ്റ് US എന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം റിവ്യൂ പ്ലസ് ക്രിയേറ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ വാലിഡേഷൻ പാസ്ഡ് എന്നും കാണാം. സോ താഴെയുള്ള ഈ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ മുകളിൽ നോട്ടിഫിക്കേഷൻ ഐക്കണിൽ നോക്കിയാൽ ഈ റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ആകുന്നതിന്റെ സ്റ്റാറ്റസ് കാണുവാൻ സാധിക്കും. ആഷറിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണിക്കുന്നതാണ്. സോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ശരി, ഇപ്പോഴെന്തായാലും റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിർച്വൽ മെഷീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും വിർച്വൽ മെഷീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ മുകളിൽ നോക്കിയാൽ ആഡ് എന്നത് കാണാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ രണ്ട് ഓപ്ഷൻസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. വിർച്വൽ മെഷീൻ, അതുപോലെ തന്നെ സ്റ്റാർട്ട് വിത്ത് എ പ്രീസെറ്റ് കോൺഫിഗറേഷൻ. ഇവിടെ ഈ ഒരു ഫീച്ചർ ആഷർ റീസെന്റ്ലി ആഡ് ചെയ്തതാണ്. അതായത് കറന്റ്ലി നമ്മുടെ അടുത്ത് വിർച്വൽ മെഷീൻസുകളുടെ ഇമേജസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ പുതിയതായി ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്യുവാനാണ് പോകുന്നത്. സോ ഞാനിവിടെ വിർച്വൽ മെഷീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ മറ്റൊരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 7 ടാബുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫിൽ ചെയ്ത് നൽകേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി ഉള്ളത് സബ്സ്ക്രിപ്ഷൻ. ഈ വിർച്വൽ മെഷീൻ ഏത് സബ്സ്ക്രിപ്ഷന്റെ അണ്ടറിലാണോ വരേണ്ടത് അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഇവിടത്തെ കേസിൽ നമ്മൾ ആകെ ഒരു സബ്സ്ക്രിപ്ഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഞാൻ ആ സബ്സ്ക്രിപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം താഴെ റിസോഴ്സ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സ്വല്പം മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത demo-rg1 എന്ന ആ റിസോഴ്സ് ഗ്രൂപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. അടുത്തതായുള്ളത് വിർച്വൽ മെഷീൻ നെയിം ആണ്. വിർച്വൽ മെഷീന് എന്താണ് നെയിം കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ വേഗം ഓടി വന്ന് ഒരു വിർച്വൽ മെഷീൻ ഒന്നും നിങ്ങൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത്. ഇങ്ങനെ ഞാൻ പറയുവാനുള്ള ഒരു പ്രധാന കാരണം, നമ്മളിവിടെ എന്ത് നെയിമാണ് കൊടുക്കുന്നത് ആ നെയിം ആയിരിക്കും വിർച്വൽ മെഷീന് അപ്ലൈ ആകുക. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ നിന്ന് തിങ്ക് ചെയ്യുകയാണെങ്കിൽ ദിസ് PC എന്നത് എടുത്ത്
അതിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടർ നെയിം അവിടെ കാണിക്കുക ഇവിടെ ഈ നൽകിയ അതേ നെയിം തന്നെയായിരിക്കും. സോ അതുകൊണ്ട് ഇവിടെ വിർച്വൽ മെഷീൻ നെയിം നൽകുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധാപൂർവം അതെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിപ്ലോയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് OS ലെവലിൽ കമ്പ്യൂട്ടർ നെയിമൊക്കെ ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ നോർമലി കമ്പ്യൂട്ടർ നെയിംസ് ഒക്കെ ചേഞ്ച് ചെയ്യാറുണ്ടല്ലേ, അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നെയിം ചേഞ്ച് ചെയ്യുവാനൊക്കെ സാധിക്കുന്നതാണ്. എന്നാൽ ആഷ്വർ പോർട്ടലിൽ നമ്മൾ ഒരിക്കൽ നൽകിയ ഈ നെയിം പിന്നീട് ചേഞ്ച് ചെയ്യുവാനൊന്നും സാധിക്കുന്നതല്ല. പോർട്ടൽ പേജിൽ വന്ന് നോക്കിയാൽ ക്രിയേഷൻ സമയത്ത് എന്ത് നെയിമാണോ ഒരു വിർച്വൽ മെഷീന് കൊടുത്തിരിക്കുന്നത് ആ നെയിം തന്നെ ആയിരിക്കും ഇവിടെ കാണിക്കുക. അപ്പോൾ ഈ കാര്യമൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതായി പറയുവാനുള്ളത്, ഇങ്ങനെ വിർച്വൽ മെഷീന് നെയിംസുകൾ കൊടുക്കുമ്പോൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. അതായത് @ ഹാഷ് സിമ്പിൾ, ആൻഡ് സിമ്പിൾ, പ്ലസ്, ഈക്വൽ ഇങ്ങനെയുള്ള സിമ്പിൾസുകളൊന്നും നെയിംസിന്റെ കൂടെ കൊടുക്കുവാൻ അലൗ ചെയ്യുന്നതല്ല ആഷ്വർ. കൂടാതെ നമ്മൾ സെലക്ട് ചെയ്യുന്ന റിസോഴ്സ് ഗ്രൂപ്പിൽ ഈ സെയിം നെയിമിൽ മറ്റു വിർച്വൽ മെഷീൻസുകൾ ഉണ്ടാകുവാനും പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സെയിം നെയിമിൽ തന്നെ മറ്റൊരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുവാൻ ഇവിടെ സാധിക്കുന്നതല്ല. കൂടാതെ മാക്സിമം 64 ക്യാരക്ടേഴ്സ് വരെ മാത്രമേ നമുക്ക് ഇവിടെ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ ഞാൻ എന്ത് ചെയ്യുവാൻ പോകുന്നു, ഇവിടെ ഡെമോ -VM1 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ശരി, അടുത്തതായി ഉള്ളത് റീജിയൺ ആണ്. ഏത് റീജിയണിലാണ് ഈ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ആകപ്പെടേണ്ടത് അതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ റീജിയൻ എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ റെക്കമെൻഡഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ക്ലയൻസ് ഏത് റീജിയണിൽ നിന്നാണോ ഈ സെർവറിനെ ആക്സസ് ചെയ്യുക അതേ സെയിം റീജിയൻ തന്നെ കൊടുക്കണം. അതുമല്ലെങ്കിൽ ആഷ്വർ സ്പീഡ് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ലാറ്റൻസി ചെക്ക് ചെയ്ത് ഏറ്റവും അടുത്തുള്ള ഡാറ്റാ സെന്റർ എവിടെയാണെന്ന് നോക്കി ആ റീജിയണിൽ ഈ വിർച്വൽ മെഷീൻ ഡിപ്ലോയ് ചെയ്യണം. എവിടെ ഡിപ്ലോയ് ചെയ്താലും കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈസ്റ്റ് US എന്ന റീജിയൻ കൊടുക്കുകയാണ്. അടുത്തതായി ഉള്ളത് അവൈലബിലിറ്റി ഓപ്ഷൻസ് ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വിർച്വൽ മെഷീന് ഹൈ അവൈലബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവൈലബിലിറ്റി സോൺ അല്ലെങ്കിൽ അവൈലബിലിറ്റി സെറ്റ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു വിർച്വൽ മെഷീൻ എന്തെങ്കിലും കാരണത്താൽ ഡൗൺ ആയാലോ അല്ലെങ്കിൽ ക്രാഷ് ആയാലോ അടുത്ത വിർച്വൽ മെഷീൻ റൺ ആകണമെന്ന രീതിയിൽ ഇവിടെ ഹൈ അവൈലബിലിറ്റി ഒക്കെ സെറ്റ് ചെയ്യുവാൻ കഴിയുന്നതാണ്. അതായത് ഒരു റിഡൻഡൻസി ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൈലബിലിറ്റി ഓപ്ഷൻസ് എന്നിവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഓരോരോ പാർട്ടുകളായിട്ട് തന്നെ കവർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു വിർച്വൽ മെഷീനിന്റെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈ അവൈലബിലിറ്റിയുടെ ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല. സോ ഞാനിവിടെ ബൈ ഡിഫോൾട്ട് ആയ നോ ഇൻഫ്രാസ്ട്രക്ചർ റിഡൻഡൻസി റിക്വയർഡ് എന്നത് സെലക്ട് ചെയ്യുന്നു. അടുത്ത ഓപ്ഷൻ ഇമേജ്. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമുക്ക് വേണ്ടത് അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അവൈലബിൾ ആയ OS ലിസ്റ്റ് അവർ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കതെല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ട്. സെന്റ് OS ഉണ്ട്, ഡെബിയൻ ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, ഉബുണ്ടു ഉണ്ട്. വിൻഡോസ് ലെവലിൽ നോക്കുകയാണെങ്കിൽ സെർവർ 2019 ഉണ്ട്, 2016 സെർവർ ഉണ്ട്, 2012 സെർവർ ഉണ്ട്. ക്ലയന്റ് ലെവലിൽ വിൻഡോസ് 10 പ്രൊഫഷണൽ ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഇമേജസുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സോ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ നമ്മുടെ ഈ വിർച്വൽ മെഷീനിലേക്ക് ആവശ്യമുള്ളത് എന്ന് നോക്കി അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യുക. തൊട്ട് താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബ്രൗസ് ഓൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇമേജസ് എന്ന്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇമേജ് ആണ് നമുക്ക് വേണ്ടത് അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചുള്ള ഇമേജ് ഇവിടെ നിന്നും ഫൈൻഡ് ചെയ്യുവാൻ കഴിയുന്നതാണ്. ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പ്രീലോഡഡ് ഇമേജസുകളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതായത് നമുക്ക് SQL സെർവർ വേണമെന്ന് വിചാരിക്കുക. സോ SQL സെർവർ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസുകളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതായത് സെപ്പറേറ്റ് SQL സെർവറിന്റെ സോഫ്റ്റ്വെയർസുകളൊന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല.
ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ ഡിപ്ലോയ് ആകുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഈ SQLന്റെ സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് സിട്രിക്സ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ആയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വേണ്ടതെങ്കിൽ അതും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതായത് പ്രീലോഡഡ് ഇമേജസുകൾ ഫൈൻഡ് ചെയ്യാം ഇവിടെ നിന്നും. ഇനി അതല്ല, നമ്മുടെ കയ്യിൽ കസ്റ്റമൈസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ മൈ ഐറ്റംസ് എന്നതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. കറന്റ്ലി നമ്മൾ ഇവിടെ ഇമേജസുകളൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കാണിക്കുന്നത്. സോ ഇത് എങ്ങനെയാണ് കസ്റ്റമൈസ്ഡ് ഇമേജസുകൾ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇത്തരം ഇമേജസുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുക എന്നതൊക്കെ നമുക്ക് വിശദമായി മറ്റൊരു പാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ എന്തായാലും നമുക്ക് ഒരു ടെസ്റ്റിംഗ് പർപ്പസ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ 2019 സെർവർ എന്നത് സെലക്ട് ചെയ്യുന്നു. അടുത്തതായി ഉള്ളത് സൈസ് ആണ്. കഴിഞ്ഞ പാർട്ടിൽ ഈ വിർച്വൽ മെഷീൻ സൈസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അതായത് ജനറൽ പർപ്പസ്, കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ്, മെമ്മറി ഒപ്റ്റിമൈസ്ഡ്, അതുപോലെ സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ്, ഇങ്ങനെ പലതരത്തിലുമുള്ള ടൈപ്പുകളും അവൈലബിൾ ആണ് ഈ അഷ്യൂറിൽ. സോ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് ഏത് ടൈപ്പ് സൈസ് ആണ് വിർച്വൽ മെഷീന് വേണ്ടതെന്ന് നോക്കി അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. എല്ലാ ടൈപ്പ് സൈസസുകളും ഇവിടെ നിങ്ങൾക്ക് കാണാം. കൂടാതെ മറ്റ് ഡീറ്റെയിൽസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു സൈസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ എന്തായിരിക്കുമെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഓരോ സൈസിന്റെയും കോസ്റ്റ് എത്രയാണ് വരിക എന്നതും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി അതല്ല, തൊട്ട് താഴെയുള്ള ഈ സെലക്ട് സൈസ് ക്ലിക്ക് ചെയ്താലും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകളൊക്കെ കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് വിർച്വൽ മെഷീൻ സൈസസ്, ഏത് ഫാമിലിയിൽപ്പെട്ട സൈസ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ എത്ര പ്രോസസ്സേഴ്സ് ഉണ്ട്, എത്ര മെമ്മറി ഉണ്ട്, ഡാറ്റാ ഡിസ്കുകൾ എത്രണ്ണമുണ്ട്, ഡിസ്കിന്റെ മാക്സിമം IOPS എത്രയാണ്, എത്ര GB ടെമ്പററി സ്റ്റോറേജ് ആണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക, പ്രീമിയം ഡിസ്ക് സപ്പോർട്ടഡ് ആണോ, അതുപോലെ തന്നെ ഓരോ സൈസിനും വരുന്ന കോസ്റ്റും ഇവിടെ അവർ നൽകിയിട്ടുണ്ട്. സോ നമ്മുടെ റിക്വയർമെന്റിന് ഏത് സൈസാണോ അനുയോജ്യമാകുന്നത് അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യുക. സ്വല്പം താഴെ നോക്കിയാൽ സീ ഓൾ സൈസസ് എന്ന് കാണാം. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ ഫാമിലിയിലും പെടുന്ന വിർച്വൽ മെഷീൻ സൈസസുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇതിൽ നിന്നും ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. സമയം കിട്ടുമ്പോൾ ഇതെല്ലാം 1 by 1 ആയി തന്നെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ ഈ ഭാഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഒരു ടീച്ചിങ് പർപ്പസസിനായതുകൊണ്ട് ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ് സൈസ് തന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ശരി, അടുത്തതായി ഉള്ളത് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ആണ്. സോ ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യുവാൻ ആവശ്യമായ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ യൂസർ നെയിം ടെസ്റ്റ് അഡ്മിൻ എന്ന് എൻ്റർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പാസ്വേഡ് abudabi@1234 എന്ന് കൊടുക്കുന്നു. താഴെ കൺഫേം പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ സെയിം പാസ്വേഡ് തന്നെ ഇവിടെ ഒന്നുകൂടെ നൽകുകയാണ്, abudabi@1234. അടുത്തത് ഇൻബൗണ്ട് പോർട്ട് റൂൾസ്. ഓവർ ദ ഇന്റർനെറ്റ് എങ്ങനെയൊക്കെ ഈ വിർച്വൽ മെഷീനെ കണക്ട് ചെയ്യണമെന്ന് നമ്മൾ ഇവിടെ അലൗ ചെയ്ത് കൊടുക്കണം. ബൈ ഡിഫോൾട്ട് അലൗ സെലക്റ്റഡ് പോർട്ട് എന്നതാണ് സെലക്ട് ആയി ഉണ്ടായിരിക്കുക. അതായത് ഈ വിൻഡോസ് മെഷീനെ കണക്ട് ചെയ്യുവാൻ താഴെ കാണുന്ന RDP മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി അതല്ല, ഇവിടെ ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സ് ഒക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ താഴെ നിന്നും SSH ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇവിടെ HTTP ഉണ്ട്, HTTPS ഉണ്ട്. സോ ഏത് വഴിയാണ് നിങ്ങൾക്ക് ഈ വിർച്വൽ മെഷീൻ ആക്സസ് ചെയ്യേണ്ടത് എന്നത് നോക്കി അത് ഇവിടെ സെലക്ട് ചെയ്യുക. നമ്മുടെ ഈ സെർവറിൽ IIS ഒക്കെ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ സെർവറിൽ ഒരു വെബ് സർവീസ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ HTTP സെലക്ട് ചെയ്യാം. ഇനി അത് തന്നെ വെബ് പോർട്ടലിലൂടെ ഒരു സെക്യൂർഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ആവശ്യമെങ്കിൽ ഇവിടെ HTTPS സെലക്ട് ചെയ്യാം. അതുകൂടാതെ ലിനക്സ് മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ SSH സെലക്ട് ചെയ്യാം. ഇനി അതല്ല, വിൻഡോസ് മെഷീൻ ആണെങ്കിൽ ഇവിടെ RDPയും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോന്നിന്റെയും പോർട്ട് നമ്പേഴ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ കമ്പനി റിക്വയർമെന്റിനനുസരിച്ച് ഏതെല്ലാം പോർട്ടുകൾ ഓപ്പൺ ചെയ്യണമെന്ന് നോക്കി അതെല്ലാം ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക.
ഞാൻ എന്തായാലും ഇവിടെ RDP സെലക്ട് ചെയ്യുകയാണ്. അടുത്തതായി ഉള്ളത് ലൈസൻസിംഗ് ആണ്. ഓൾറെഡി നമ്മുടെ അടുത്ത് ഇപ്പോൾ ഡിപ്ലോയ് ചെയ്യുവാൻ പോകുന്ന സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ലൈസൻസ് കീ എൻ്റർ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഓൺ പ്രിമൈസസിലെ സെർവേഴ്സുകളുടെ OS ഡിപ്ലോയ്മെന്റിന് വേണ്ടി മൈക്രോസോഫ്റ്റിൽ നിന്നും ചില കമ്പനികളൊക്കെ ബൾക്കായി ലൈസൻസുകൾ പർച്ചേസ് ചെയ്യാറുണ്ടല്ലേ. അതായത് ഒരു ലൈസൻസ് എഗ്രിമെന്റ് ഒക്കെ മൈക്രോസോഫ്റ്റുമായി പല കമ്പനികളും കീപ്പ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ ലൈസൻസുകൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ ആ സെയിം ലൈസൻസ് തന്നെ ഇവിടെ അഷ്യൂറിൽ VM ഡിപ്ലോയ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ബൈ ഡിഫോൾട്ട് നോ എന്ന ഓപ്ഷനാണ് സെലക്ട് ആയി ഉണ്ടായിരിക്കുക. എന്നാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുവാൻ പോകുന്ന വിൻഡോസ് സെർവർ 2019ന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ യെസ് എന്നത് ചൂസ് ചെയ്തുകൊണ്ട് ആ ലൈസൻസ് കീ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ താഴെ അവർ കൊടുത്തിട്ടുണ്ട് 49% നമുക്ക് കോസ്റ്റ് വൈസ് സേവ് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഈ OS ലൈസൻസിന്റെ കോസ്റ്റ് കൂടെ ചേർത്തുകൊണ്ടാണ് നമുക്ക് ബില്ലുകളെല്ലാം വരിക. സോ നമ്മുടെ കയ്യിലെ വാലിഡ് ലൈസൻസ് കീ ഇവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ മന്ത്ലി വരുന്ന ബില്ലിൽ നിന്നും ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്യുന്നതാണ് മൈക്രോസോഫ്റ്റ്. കറന്റ്ലി എൻ്റെ കയ്യിൽ ലൈസൻസുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ഇവിടെ നോ എന്നത് സെലക്ട് ചെയ്യുന്നു. അടുത്തതായി നെക്സ്റ്റ് ഡിസ്ക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഡിസ്കുകളെ സംബന്ധിച്ചിട്ടുള്ള കോൺഫിഗറേഷൻ പേജ് വന്നിട്ടുണ്ട്. ഏത് ടൈപ്പ് ഡിസ്കാണ് ഈ വിർച്വൽ മെഷീന്റെ OS ഡിസ്കായി വേണ്ടത് എന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് 3 തരം ഡിസ്കുകൾ കാണുന്നുണ്ടല്ലേ. പ്രീമിയം SSD, സ്റ്റാൻഡേർഡ് SSD, സ്റ്റാൻഡേർഡ് HDD. ബൈ ഡിഫോൾട്ട് ഇവിടെ പ്രീമിയം SSD ആണ് സെലക്ട് ആയി ഉണ്ടായിരിക്കുക. സോ ഇവയിലെ ഏതാണ് നിങ്ങളുടെ റിക്വയർമെന്റിന് ഉചിതമെന്ന് നോക്കി അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. നമുക്ക് ഡിസ്ക് ആൻഡ് സ്റ്റോറേജ് എന്ന ഒരു ഭാഗം പഠിക്കുവാനുണ്ട്. ആ സമയത്ത് ഈ ഡിസ്കുകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അതായത് എത്ര ടൈപ്പ് ഡിസ്കുകൾ അവൈലബിൾ ആണ്, അവയുടെ സ്പീഡ് എത്രയൊക്കെയാണ്. സ്വല്പം താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ അഡ്വാൻസ്ഡ്. ഇതിൽ മാനേജ്ഡ് ഡിസ്കും അൺമാനേജ്ഡ് ഡിസ്കും നമുക്ക് യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. മാനേജ്ഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ അഷ്യൂർ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡിസ്കിനെ മാനേജ് ചെയ്യും. എന്നാൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അൺമാനേജ്ഡ് ഡിസ്ക് ആണെങ്കിൽ അഷ്യൂർ പ്രത്യേകിച്ച് കെയർ ഒന്നും ഈ ഡിസ്കിൽ എടുക്കുന്നതല്ല. നമ്മൾ തന്നെ വേണം അതെല്ലാം മാനേജ് ചെയ്യുവാൻ. മൈക്രോസോഫ്റ്റ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് മാനേജ്ഡ് ഡിസ്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഡിസ്കുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോറേജ് എന്ന ടോപ്പിക്കിൽ ഇൻഡെപ്ത് ആയിട്ട് തന്നെ കവർ ചെയ്യാം. ബൈ ഡിഫോൾട്ട് മാനേജ്ഡ് ഡിസ്ക് ആണ് ഇവിടെ സെലക്ട് ആയി ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഇപ്പോൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന വിർച്വൽ മെഷീനിൽ അഡീഷണൽ ഡാറ്റ ഡിസ്കുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ക്രിയേറ്റ് ആൻഡ് അറ്റാച്ച് എ ന്യൂ ഡിസ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ല ഓൾറെഡി നിങ്ങൾ ഒരു ഡാറ്റ ഡിസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. ശരി, എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഇനീഷ്യൽ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വരുന്ന ക്ലാസ്സുകളിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലായി തന്നെ ചെയ്തു നോക്കുന്നുണ്ട്. ശരി, അടുത്തതായി നെറ്റ്വർക്കിംഗിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ വിർച്വൽ മെഷീനിന്റെ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വെൻ ക്രിയേറ്റിംഗ് എ വിർച്വൽ മെഷീൻ എ നെറ്റ്വർക്ക് ഇന്റർഫേസ് വിൽ ബി ക്രിയേറ്റഡ് ഫോർ യു. നമുക്കറിയാം ഒരു മെഷീൻ കണക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും അവിടെ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ. എന്നാൽ നമ്മൾ ഇവിടെ കറന്റ്ലി നെറ്റ്വർക്ക് ഒന്നും തന്നെ കോൺഫിഗർ ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ നെറ്റ്വർക്ക് ഒന്നും കോൺഫിഗർ ചെയ്തിട്ടില്ലെങ്കിലും അഷ്യൂർ തന്നെ സെൽഫായി അതെല്ലാം കോൺഫിഗർ ചെയ്ത് തരുന്നതാണ്. സോ ആ ഇൻഫോർമേഷൻസുകളാണ് നിങ്ങൾ ഇവിടെ ഈ കാണുന്നത്. ഓട്ടോമാറ്റിക്കലി റിസോഴ്സ് ഗ്രൂപ്പിന്റെ നെയിം ഇവിടെ വിർച്വൽ നെറ്റ്വർക്ക് നെയിമായി അഷ്യൂർ പിക്ക് ചെയ്യും. അതാണ് നിങ്ങൾ ഇവിടെ ഈ കാണുന്നത്. ഇനി നമ്മൾ ഓൾറെഡി ഒരു വിർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. കറന്റ്ലി നമ്മൾ ഒരു വിർച്വൽ നെറ്റ്വർക്കുകളും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും തന്നെ ഷോ ചെയ്യാത്തത്. അതുപോലെ തന്നെയാണ് സബ്നെറ്റിന്റെ കാര്യവും. സബ്നെറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് അഷ്യൂർ തന്നെ ഒരു ഡിഫോൾട്ട് നെയിം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ മെഷീൻ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു IP അഡ്രസ് ആവശ്യമാണ് അല്ലേ. നമ്മൾ IP അഡ്രസ്സുകൾ ഒന്നും തന്നെ
മാനുവലി അസൈൻ ചെയ്യാത്തതുകൊണ്ട് ആഷ്യൂർ തന്നെ ഒരു 10 സീരീസിലുള്ള IP റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ 10 സീരീസിലുള്ള ഒരു IP അഡ്രസ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഈ വിർച്വൽ മെഷീനിന്റെ IP അഡ്രസ് ആയിട്ട് ഉണ്ടായിരിക്കുക. OS ഡിപ്ലോയ്മെന്റിന് ശേഷം എന്താണ് ആ IP അഡ്രസ് ലഭിച്ചിരിക്കുന്നത് എന്നതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടെ ഒരു വിർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കറന്റ്ലി നമ്മൾ യാതൊരു വിർച്വൽ നെറ്റ്വർക്കുകളും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആഷ്യൂർ തന്നെ ഓട്ടോമാറ്റിക്കായി ഇവിടെ ഒരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തു തരുന്നത്. സപ്പോസ് ഓൾറെഡി നമ്മൾ ഇവിടെ 10.0.0.0 സീരീസിൽ ഒരു നെറ്റ്വർക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ ആഷ്യൂർ മേ ബി 10.0.1.0 എന്ന സീരീസ് ഓട്ടോമാറ്റിക്കലി തന്നെ അസൈൻ ചെയ്ത് തരുന്നതാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ മാനുവലി സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഷ്യൂർ ചെക്ക് ചെയ്ത് അടുത്ത സീക്വൻസ് ഏതാണോ അവൈലബിളിലുള്ളത് അതാണ് ഓട്ടോമാറ്റിക്കായി സബ്നെറ്റായി ഇവിടെ അസൈൻ ചെയ്യുക. എന്തായാലും നിങ്ങളിപ്പോൾ ഈ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ വറിയാകേണ്ട ആവശ്യമില്ല. കാരണം വിർച്വൽ നെറ്റ്വർക്കിനെ കുറിച്ചും സബ്നെറ്റിനെ കുറിച്ചുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് പാർട്ടുകൾ വരുന്നുണ്ട്. ഇതൊരു ഇനീഷ്യൽ കോൺഫിഗറേഷൻ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ശരി, അടുത്തതായി ഉള്ളത് പബ്ലിക് IP. പബ്ലിക് IP എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓവർ ദ ഇന്റർനെറ്റ് ഈ വിർച്വൽ മെഷീനെ നമുക്ക് കണക്ട് ചെയ്യണം അല്ലേ? സോ അതുകൊണ്ടാണ് പബ്ലിക് IP ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ പബ്ലിക് IP നെയിം ആഷ്യൂർ തന്നെ ഓട്ടോമാറ്റിക്കായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പബ്ലിക് IP വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നൺ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്തായാലും ഇവിടെ പബ്ലിക് IP വേണം അല്ലേ? ബിക്കോസ് നമുക്ക് ഈ മെഷീനിനെ ഓവർ ദ ഇന്റർനെറ്റ് കണക്ട് ചെയ്യണം. അടുത്തത് NIC നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഇവിടെ 3 ഓപ്ഷൻസുകൾ കാണാം നിങ്ങൾക്ക്: നൺ, ബേസിക്, അഡ്വാൻസ്ഡ്. ബൈ ഡിഫോൾട്ട് ബേസിക് ആണ് ഇവിടെ സെലക്ട് ആയി ഉണ്ടായിരിക്കുക. ഓൾറെഡി നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നും അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കുറച്ചു മുമ്പ് നമ്മൾ അലൗ സെലക്റ്റഡ് പോർട്ടിൽ RDP എനേബിൾ ചെയ്തിരുന്നു അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് തന്നെ കരുതുന്നു. അതുകൊണ്ടാണ് ഇവിടെ പബ്ലിക് ഇൻബൗണ്ട് പോർട്ടിൽ അലൗ സെലക്റ്റഡ് പോർട്ട് എന്ന് കാണിച്ച് താഴെ സെലക്ട് ഇൻബൗണ്ട് പോർട്ടിൽ RDP എന്ന് കാണുന്നത്. അതായത് നമ്മൾ RDP മാത്രമേ എനേബിൾ ചെയ്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഈ മെഷീനിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ RDP അതായത് പോർട്ട് നമ്പർ 3389 മാത്രമേ ഇവിടെ അലൗ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു രീതിയിലും ഈ മെഷീനെ നമുക്ക് പുറത്തുനിന്ന് കണക്ട് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. ഞാൻ കഴിഞ്ഞ തിയറി ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ട്രാഫിക്കുകളെ അലൗ ചെയ്യുവാനോ അല്ലെങ്കിൽ ഡിനൈ ചെയ്യുവാനോ ഒക്കെ വേണ്ടിയാണ് ഇവിടെ NSG എന്ന ഫയർവാൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ RDP പോർട്ട് എനേബിൾ ചെയ്ത് നൽകിയത്. ഇവിടെ ഈ താഴെ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കുക. ഈ പോർട്ടുകളെല്ലാം ഇന്റർനെറ്റ് സൈഡിലേക്കാണ് എക്സ്പോസ് ആയി ഇരിക്കുന്നത്. സോ നമ്മൾ ഇവിടെയുള്ള ഏതെങ്കിലും പോർട്ടുകൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ആ ഓപ്പൺ ചെയ്ത പോർട്ടിലൂടെ ട്രാഫിക് അകത്തേക്ക് കടന്നു വരും എന്നതാണ് ഇവിടെ പറയുന്നത്. യൂസ് ദ അഡ്വാൻസ്ഡ് കൺട്രോൾസ് ടു ലിമിറ്റ് ഇൻബൗണ്ട് ട്രാഫിക് ടു നോൺ IP അഡ്രസ്സസ്. യു ക്യാൻ ഓൾസോ അപ്ഡേറ്റ് ഇൻബൗണ്ട് ട്രാഫിക് റൂൾസ് ലേറ്റർ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആവശ്യമുള്ള IP അഡ്രസ്സുകൾ മാത്രം ഈ മെഷീനെ കണക്ട് ചെയ്താൽ മതി എന്ന രീതിയിലൊക്കെ ഇവിടെ അഡ്വാൻസ്ഡ് എടുത്താൽ റൂൾസുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുക എന്നതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ശരി, ഞാൻ താഴെയുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. മാനേജ്മെന്റ് ടാബാണിത്. ഈ ഒരു ടാബിലെ കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും തന്നെ വിശദീകരിക്കുന്നില്ല. ഇവിടെയുള്ള ഈ ബൂട്ട് ഡയഗ്നോസ്റ്റിക് ഞാൻ ഡിസേബിൾ ചെയ്യുകയാണ്. ഡിസേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ബില്ല് വരുവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ഓഫ് ചെയ്യുന്നത്. സോ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴും ഈ ബൂട്ട് ഡയഗ്നോസ്റ്റിക് എന്ന ഈ ഭാഗം ഡിസേബിൾ ചെയ്തു വെക്കുക. എന്താണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ എന്നത് നമുക്ക് വഴിയെ നോക്കാം. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ടാഗ്സ് ഇവയൊന്നും നമ്മൾ ഇപ്പോൾ നോക്കുന്നില്ല. സോ താഴെയുള്ള ഈ റിവ്യൂ പ്ലസ് ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇവിടെ വാലിഡേഷൻ പാസ്ഡ് എന്ന് കാണിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി ശരിയാണെങ്കിൽ താഴെയുള്ള ഈ ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ഐക്കണിൽ നോക്കിയാൽ വിർച്വൽ മെഷീൻ ക്രിയേഷന്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് കാണുവാൻ സാധിക്കും. അതായത് നമുക്ക് ആവശ്യമുള്ള വിർച്വൽ മെഷീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, എന്തായാലും ഈ ക്രിയേഷൻ ഇവിടെ നടക്കട്ടെ. ഞാൻ വീണ്ടും ലെഫ്റ്റ് സൈഡിൽ നിന്നും വിർച്വൽ മെഷീൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കൊടുത്ത മെഷീൻ നെയിം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാറ്റസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വിർച്വൽ മെഷീന് എന്താണ് സംഭവിക്കുന്നത് എന്ന സ്റ്റാറ്റസ് ആണ് ഇവിടെ ഈ കാണിക്കുന്നത്. ഒരു വിർച്വൽ മെഷീൻ ക്രിയേഷൻ നടക്കുമ്പോഴും അല്ലെങ്കിൽ റണ്ണിംഗ് ആണെങ്കിലും സ്റ്റോപ്പ് ആണെങ്കിലും അതൊക്കെ ഈ സ്റ്റാറ്റസിൽ ഷോ ചെയ്യുന്നതാണ്. അടുത്തതായി റിസോഴ്സ് ഗ്രൂപ്പ് എന്താണ്, സബ്സ്ക്രിപ്ഷൻ ഏതാണ്, പ്രൈവറ്റ് IP അഡ്രസ് എന്താണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു 10.0.0. സീരീസിലുള്ള ഒരു IP അഡ്രസ് ആയിരിക്കും ഈ മെഷീന് അസൈൻ ആകുക എന്ന്, അല്ലേ? സോ അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഈ മെഷീന് ലഭിച്ചിരിക്കുന്ന പ്രൈവറ്റ് IP അഡ്രസ് എന്ന് പറയുന്നത് 10.0.0.4 എന്നതാണ്. സ്വാഭാവികമായും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. 10.0.0.1, 10.0.0.2, 10.0.0.3 ഈ IP അഡ്രസ്സുകളെല്ലാം എവിടെ പോയി എന്ന്, അല്ലേ? ആക്ച്വലി Azure ഈ IP അഡ്രസ്സുകളെല്ലാം തന്നെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ IP അഡ്രസ്സുകൾ നമുക്ക് യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ പാർട്ടിൽ പറയുന്നില്ല. Azureന്റെ നെറ്റ്വർക്കിംഗ് ക്ലാസ്സുകളിൽ അതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ആദ്യത്തെ 3 IP അഡ്രസ്സുകൾ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതല്ല. കാരണം Azure അത് റിസർവ് ചെയ്ത് വെക്കുന്നതാണ്. സോ നോർമലി ഏത് റേഞ്ചിലുള്ള IP അഡ്രസ് ആണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുക 0.4 അല്ലെങ്കിൽ 1.4 അതുമല്ലെങ്കിൽ 2.4 എന്നൊക്കെ ആയിരിക്കും. ശരി, ഇനി ഞാനിവിടെ റിസോഴ്സ് ഗ്രൂപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. തുടർന്ന് നമ്മുടെ ഈ demo-rg1 എന്ന റിസോഴ്സ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ പേജ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇവിടെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റിസോഴ്സസുകൾ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആകെ ഒരു VM ആണെങ്കിൽ പോലും ഇവിടെ റിസോഴ്സസുകൾ കുറെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അല്ലേ? വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിസോഴ്സ് ആണ്, അല്ലേ? ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അടുത്ത ഒരു റിസോഴ്സ് ആണ്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത് വേറെ ഒരു റിസോഴ്സ് ആണ്. പബ്ലിക് IP അഡ്രസ് എന്ന് പറയുന്നത് മറ്റൊരു റിസോഴ്സ് ആണ്. NSG എന്നത് അടുത്ത ഒരു റിസോഴ്സ് ആണ്. വിർച്വൽ നെറ്റ്വർക്ക് എന്നത് മറ്റൊരു റിസോഴ്സ് കൂടെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഒരു വിർച്വൽ മെഷീനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും അതിന്റെ ബാക്ക് എൻഡിൽ മൾട്ടിപ്പിൾ കമ്പോണൻസുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിസോഴ്സസുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ആകപ്പെടുന്നുണ്ട്. ഈ റിസോഴ്സസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് റിമൂവ് ചെയ്ത് മറ്റൊരു നെറ്റ്വർക്ക് കാർഡ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഈ വിർച്വൽ മെഷീന് അസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതായത് ഈ നെറ്റ്വർക്ക് കാർഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ വരുന്ന കാർഡല്ല. Azureന്റെ പോർട്ടലിൽ നിന്ന് മാനേജ് ചെയ്യാവുന്ന NIC കാർഡാണ്. ഞാൻ ഈ കാർഡിൽ ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പ്രൈവറ്റ് IP അഡ്രസ് 10.0.0.4. സോ ഈ IP അഡ്രസ് അസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിലുള്ള NIC കാർഡിലല്ല, ഇവിടെയുള്ള Azureലെ ഈ NIC കാർഡിലാണ്. ഈ NIC കാർഡ് ഈ മെഷീനുമായി ബൈൻഡഡ് ആയതുകൊണ്ട് OS ലെവലിൽ നിന്ന് നമ്മൾ IP അഡ്രസ് ചെക്ക് ചെയ്താൽ അവിടെ IP അഡ്രസ് കാണിക്കുക ഈ 10.0.0.4 എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ റിസോഴ്സസുകളും. നമുക്ക് വേണമെങ്കിൽ ഓരോ റിസോഴ്സസുകളും സെപ്പറേറ്റ് ആയി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം.
ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഒരു VM ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഒരു നെറ്റ്വർക്ക് കാർഡ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ല, ഒരു VM ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു VM ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തെ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുവാൻ പാടൂ എന്നൊന്നുമില്ല. ആദ്യമേ തന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതെല്ലാം ഒരു വിർച്വൽ മെഷീന്റെ കൂടെ ടാഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഓൺ പ്രിമൈസസിലെ പോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ഈ റിസോഴ്സസുകളൊന്നും മാനേജ് ചെയ്യേണ്ടത്. ഇവിടെ അഷ്യൂർ ലെവലിൽ നിന്നുകൊണ്ടാണ് മാനേജ് ചെയ്യേണ്ടത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ റിസോഴ്സസുകളെല്ലാം തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചുള്ള ഒരു വിർച്വൽ മെഷീനായി ഇവിടെ മാറുന്നത്. ശരി, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ കരുതുന്നു. ഞാൻ വീണ്ടും വിർച്വൽ മെഷീൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഷ്യൂറിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്ത വിർച്വൽ മെഷീൻസുകൾ എല്ലാം ഇവിടെയായി ഈ ഭാഗത്താണ് കാണപ്പെടുക. സോ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇപ്പോൾ ഡിപ്ലോയ് ചെയ്ത വിർച്വൽ മെഷീൻ കാണിക്കുന്നുണ്ട് അല്ലേ? അതിന്റെ നെയിം ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. കറന്റ്ലി എന്താണ് ഈ ഒരു വിർച്വൽ മെഷീന്റെ സ്റ്റാറ്റസ് എന്നതും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ വിർച്വൽ മെഷീനിന്റെ സ്റ്റാറ്റസ് നോക്കിയാൽ റണ്ണിംഗ് എന്നാണ് കാണിക്കുന്നത്. സോ അതിന്റെ അർത്ഥം വിർച്വൽ മെഷീൻ ക്രിയേഷൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ VM ഇപ്പോൾ റണ്ണിങ്ങിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ വിർച്വൽ മെഷീൻ ഏത് റിസോഴ്സ് ഗ്രൂപ്പിലാണ് ഉള്ളത്, ഏത് ലൊക്കേഷനിലാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്ന ഇൻഫോർമേഷൻസുകളെല്ലാം കാണിക്കുന്നുണ്ട്. സോ ഈ മെഷീൻ എവിടെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്? മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ സെന്ററിന്റെ അകത്താണ് അല്ലേ? അതായത് ഈസ്റ്റ് US-ലുള്ള മൈക്രോസോഫ്റ്റിന്റെ ഒരു ഡാറ്റാ സെന്ററിന്റെ അകത്താണ് ഈ വിർച്വൽ മെഷീൻ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ പബ്ലിക് IP അഡ്രസ്സും പ്രൈവറ്റ് IP അഡ്രസ്സും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ സെർവറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു വിർച്വൽ മെഷീനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ 1 by 1 ആയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശരി, നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ഈ മെഷീൻ കണക്ട് ചെയ്യേണ്ടത് ഈ പബ്ലിക് IP അഡ്രസ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അഷ്യൂർ അസൈൻ ചെയ്തു തരുന്ന ഈ പബ്ലിക് IP അഡ്രസ് ഡൈനാമിക് IP അഡ്രസ് ആണ്. ഈ മെഷീൻ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്താലോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്താലോ ഇപ്പോഴുള്ള ഈ IP അഡ്രസ് ചേഞ്ച് ആകപ്പെട്ട് മേ ബി മറ്റൊരു IP അഡ്രസ് അസൈൻ ആകുവാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ അങ്ങനെ ചേഞ്ച് ആകേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ പബ്ലിക് IP അഡ്രസ്സിനെ റിസർവ് ചെയ്തു വെക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. അതായത് സ്റ്റാറ്റിക് IP അഡ്രസ് ഒക്കെ കോൺഫിഗർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് അതെല്ലാം ചെയ്യുക എന്നതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. പ്രൈവറ്റ് IP അഡ്രസ്സുകൾ സാധാരണയായി യൂസ് ചെയ്യുക വിർച്വൽ മെഷീൻസുകൾ തമ്മിലുള്ള കണക്ടിവിറ്റിക്കൊക്കെ വേണ്ടിയാണ്. ഈ പ്രൈവറ്റ് IP അഡ്രസ് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ഇന്റർനെറ്റിലൂടെ ഈ വിർച്വൽ മെഷീനെ കണക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അഷ്യൂർ നെറ്റ്വർക്കിംഗിന്റെ ക്ലാസ്സുകളിൽ പോയിന്റ് ടു സൈറ്റ് VPN, സൈറ്റ് ടു സൈറ്റ് VPN എന്നിങ്ങനെയൊക്കെ നമുക്ക് പഠിക്കുവാനുണ്ട്. ആ സമയത്ത് അതെല്ലാം എങ്ങനെയാണ് ചെയ്യുക എന്നത് നമുക്ക് പരിശോധിക്കാം. ശരി, ഇനി എങ്ങനെ ഈ സെർവർ നമ്മൾ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യും? വളരെ സിമ്പിളാണ്. നമ്മൾ നോർമലി റിമോട്ട് ഡെസ്ക്ടോപ്പ് ഒക്കെ എടുത്ത് വർക്ക് ചെയ്യാറുണ്ടല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുക. മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ സെന്ററിൽ ഇരിക്കുന്ന ഈ വിർച്വൽ മെഷീൻ നമുക്ക് ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പ് എടുത്തുകൊണ്ട് കണക്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ശരി, അത് എങ്ങനെയാണ് ചെയ്യുക എന്നത് നമുക്കൊന്ന് നോക്കാം. 2 ഓപ്ഷൻസുകളാണ് നോർമലി ഇവിടെയുള്ളത്. അതിൽ ആദ്യത്തേത് ഇവിടെ മുകളിൽ നോക്കിയാൽ കണക്ട് എന്ന ഒരു ഓപ്ഷൻ കാണാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് താഴെ നോക്കിയാൽ പബ്ലിക് IP അഡ്രസ് എന്ന ഒരു ഭാഗം കാണാം. ഈ പബ്ലിക് IP അഡ്രസ് കോപ്പി എടുക്കുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടും ഈ IP അഡ്രസ് നമുക്ക് കോപ്പി എടുക്കുവാൻ കഴിയുന്നതാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പബ്ലിക് IP അഡ്രസ് ഇവിടെ കോപ്പി എടുക്കുന്നു. തുടർന്ന് എൻ്റെ ഫിസിക്കൽ കമ്പ്യൂട്ടറിലെ റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ ഓപ്പൺ ചെയ്യുന്നു. അതായത് MSTSC എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത്
റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ കോപ്പി ചെയ്ത ആ പബ്ലിക് IP അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. തുടർന്ന് താഴെ കണക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ വിർച്വൽ മെഷീൻ ഇവിടെ കണക്ട് ആകുന്നത് കാണാം. നമ്മൾ ഈ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയ ആ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്തു കൊടുക്കണം. ടെസ്റ്റ് അഡ്മിൻ എന്ന യൂസർ നെയിം ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ ശരിയായ പാസ്വേഡും ഇവിടെ കൊടുക്കുക. എന്തായിരുന്നു നമ്മൾ പാസ്വേഡ് കൊടുത്തിരുന്നത്? abudabi@1234. അതിനുശേഷം താഴെയുള്ള ഈ OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ വിർച്വൽ മെഷീൻ കണക്ട് ചെയ്യാൻ പോകുകയാണെന്ന ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ട്രസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് ഞാൻ യെസ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ സെർവർ ഇവിടെ കണക്ട് ആകുന്നത് നമുക്ക് കാണാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സെർവർ ഇവിടെ ആക്സസ് ചെയ്യാൻ സാധിച്ചു അല്ലേ? നോർമലി നമ്മൾ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ സെർവറിൽ 2016 സെർവർ അല്ലെങ്കിൽ 2019 സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉപയോഗിക്കുവാൻ കഴിയുന്നതാണ്. ശരി, ഞാൻ ഈ വിൻഡോ ഇവിടെ മിനിമൈസ് ചെയ്യുകയാണ്. വീണ്ടും പോർട്ടൽ പേജിലേക്ക് തന്നെ പോകുന്നു. വിർച്വൽ മെഷീനെ കണക്ട് ചെയ്യുന്ന അടുത്ത ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മുകളിൽ നോക്കിയാൽ കണക്ട് എന്നത് കാണാം നിങ്ങൾക്ക്. ഞാൻ ഈ കണക്ട് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കണക്ട് ടു വിർച്വൽ മെഷീൻ എന്നത് കാണാം. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഈ വിർച്വൽ മെഷീനിന്റെ പബ്ലിക് IP അഡ്രസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്ട് നമ്പറും കാണിക്കുന്നുണ്ട്. റിമോട്ട് ഡെസ്ക്ടോപ്പ് വഴി ഒരു സിസ്റ്റം കണക്ട് ചെയ്യാനുള്ള ഡിഫോൾട്ടായ പോർട്ട് നമ്പറാണ് 3389 എന്നത്. തൊട്ട് താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് RDP ഫയൽ എന്നതും കാണാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ RDP ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഫയലിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് കണക്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ കണക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ സെർവറിലേക്ക് ലോഗിൻ ചെയ്യുവാനുള്ള യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ശരിയായ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുന്നു. abudabi@1234 എന്നും എൻ്റർ ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം താഴെ OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന സെർവറിന്റെ നെയിമാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് സെർവറിന്റെ നെയിം? demo-vm1. ഞാൻ യെസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ സെർവർ ഇവിടെ കണക്ട് ആകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ സെന്ററിൽ ഇരിക്കുന്ന വിർച്വൽ മെഷീൻസുകളെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വിർച്വൽ സെർവേഴ്സുകളെ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ മെത്തേഡ് ഈ പബ്ലിക് IP അഡ്രസ് കോപ്പി ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള റിമോട്ട് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്ത് ഈ പബ്ലിക് IP അഡ്രസ് അവിടെ കൊടുത്തുകൊണ്ട് കണക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കണക്ട് എന്ന ഓപ്ഷൻ കാണാം. ഈ കണക്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെപ്പറേറ്റ് ഒരു RDP ഫയൽ അല്ലെങ്കിൽ ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പ് ഫയൽ തന്നെ ക്രിയേറ്റ് ചെയ്തു തരും. സോ ഈ റിമോട്ട് ഡെസ്ക്ടോപ്പ് ഫയൽ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ സെന്ററിൽ ഇരിക്കുന്ന സെർവേഴ്സുകൾ കണക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഒത്തിരി ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാം. ഇതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കുന്നില്ല. ഒരു വിർച്വൽ മെഷീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിന്റെ ഒരു ബേസിക് ഓവർവ്യൂ മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ശരി, ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അകത്ത് പോയി 2-3 കാര്യങ്ങൾ കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ വിർച്വൽ മെഷീനിൽ ലഭിച്ചിരിക്കുന്ന പബ്ലിക് IP അഡ്രസ് എന്താണ്? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും അല്ലേ? ഈ സെയിം IP അഡ്രസ് തന്നെ ആയിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അകത്ത് പോയി ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ വാട്ട് ഈസ് മൈ IP എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് കാണുവാൻ സാധിക്കുക. എന്തായാലും നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ വീണ്ടും നമ്മുടെ മെഷീൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. തുടർന്ന് ഈ കാണുന്ന ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം വാട്ട് ഈസ് മൈ IP അഡ്രസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആഷ്വറിന്റെ പോർട്ടലിൽ നമ്മൾ കണ്ട അതേ സെയിം പബ്ലിക് IP അഡ്രസ് തന്നെയാണ് ഇവിടെയും ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പ്രൈവറ്റ് IP അഡ്രസ് എന്താണെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ഇവിടെ റൺ എന്നത് ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് ഇതിൽ CMD എന്ന് ടൈപ്പ് ചെയ്യുന്നു.
ഇപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ipconfig എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുന്നു. ഇവിടെ സ്വല്പം താഴേക്ക് നോക്കിയാൽ ഈ മെഷീനിന്, അതായത് ഈ വിർച്വൽ മെഷീനിന് ലഭിച്ചിരിക്കുന്ന പ്രൈവറ്റ് IP അഡ്രസ് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ആ IP അഡ്രസ്? 10.0.0.4 എന്നതാണ് അല്ലേ? സോ ഇതേ സെയിം IP അഡ്രസ് തന്നെയാണ് നമ്മൾ ആഷ്വറിന്റെ പോർട്ടലിലും കണ്ടത് അല്ലേ? ശരി, ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ മെഷീനിന്റെ കമ്പ്യൂട്ടർ നെയിം എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. തുടർന്ന് ദിസ് PCയിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രോപ്പർട്ടീസ് എടുക്കുന്നു. വിർച്വൽ മെഷീനിന്റെ ക്രിയേഷൻ സമയത്ത് നമ്മൾ നൽകിയിരുന്ന അതേ സെയിം കമ്പ്യൂട്ടർ നെയിം തന്നെയാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അകത്തും കമ്പ്യൂട്ടർ നെയിമായി കാണിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടർ നെയിമൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ കമ്പ്യൂട്ടർ നെയിം ചേഞ്ച് ചെയ്താലും ആഷ്വർ പോർട്ടലിലെ നെയിം ചേഞ്ച് ആകുന്നതല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ മാത്രമേ ആ ചേഞ്ചിങ് സംഭവിക്കുകയുള്ളൂ. സോ ഇവിടെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ആഷ്വർ പോർട്ടലിലെ കമ്പ്യൂട്ടർ നെയിമും ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അകത്തുള്ള കമ്പ്യൂട്ടർ നെയിമും സെയിം തന്നെ ആകണം എന്നുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ വരുവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, അതുപോലെ തന്നെ ഈ ഒരു വിർച്വൽ മെഷീനിന്റെ പ്രൊസസ്സർ എത്രയാണ്, മെമ്മറി എത്രയാണ് എന്നുള്ള ഇൻഫോർമേഷൻസുകളെല്ലാം സാധാരണ പോലെ ഇവിടെയും കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ എന്തു ചെയ്യുന്നു? ഈ വിൻഡോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. തുടർന്ന് ദിസ് PC ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബൈ ഡിഫോൾട്ട് 2 ഡിസ്കുകൾ ഇവിടെ ക്രിയേറ്റ് ആകപ്പെട്ടിട്ടുണ്ട്. OS ഡിസ്കും ടെമ്പററി ഡിസ്കും. OS ഡിസ്കിന്റെ ഡ്രൈവ് ലെറ്റർ C എന്നതാണ്. അതിന്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറൌണ്ട് 127 GB ആണുള്ളത് അല്ലേ? അതേപോലെ തന്നെ ടെമ്പററി ഡിസ്കിന്റെ ഡ്രൈവ് ലെറ്റർ D എന്നതാണ്. ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇതിലെ ടെമ്പററി ഡിസ്കിൽ നിങ്ങൾ ഡാറ്റാസുകൾ ഒന്നും തന്നെ സ്റ്റോർ ചെയ്യരുത്. ഇത് പേര് പോലെ തന്നെ ഒരു ടെമ്പററി ഡിസ്ക് മാത്രമാണ്. ആഷ്വറിന്റെ ഓൺ പർപ്പസിന് വേണ്ടി ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡിസ്കുകളാണ് ഇത്തരത്തിലുള്ള ടെമ്പററി ഡിസ്കുകൾ. ഒരിക്കൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്താലോ ഈ ടെമ്പററി ഡിസ്ക് ഇവിടെ നിന്നും റിമൂവ് ആയി പോകുന്നതാണ്. അല്ലെങ്കിൽ അതിൽ നമ്മൾ എന്തെങ്കിലും ഡാറ്റാസുകൾ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ റിമൂവ് ആയി പോകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഡാറ്റാസുകൾ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടി സെപ്പറേറ്റ് ഡിസ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ആഡ് ചെയ്യുവാനുമൊക്കെ സാധിക്കുന്നതാണ്. എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നില്ല. അതെല്ലാം എങ്ങനെയാണ് ചെയ്യുക എന്നത് നമുക്ക് ഇനി വരുന്ന പാർട്ടുകളിൽ നോക്കാം. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ കരുതുന്നു. ഒരു വിർച്വൽ മെഷീൻ ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. നിങ്ങളുടെ കമ്പനിക്ക് എന്താണോ റിക്വയർമെന്റ് വരുന്നത് അതിനനുസരിച്ചുള്ള കോൺഫിഗറേഷൻ ആയിരിക്കണം നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ശരി, നിങ്ങൾ പ്രാക്ടിക്കലൊക്കെ ചെയ്തു നോക്കുക. വിർച്വൽ മെഷീനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അതെല്ലാം അടുത്തടുത്ത പാർട്ടുകളായി നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. സോ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. നന്ദി.